തിരുനാവായ സൂറ എന്ന് പറഞ്ഞ ഒരാളും ഒരു സ്ത്രീയാണ് ഇതിന് തുടക്കം ഒരു അതിന് വിത്തിട്ടിട്ടുള്ളത്. അതിന് സൂറാത്ത പറഞ്ഞ ആള് അതാണ് അതിന് തുടക്കം. അതുകൊണ്ടാണ് സൂര്യന്റെ ചുമപ്പും അതുപോലെ ആമ്പൽപ്പൂവിന്റെ ചുമപ്പും വളരെ യോജിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ കാഴ്ച തന്നെ. ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ശനി ഞായറുകളിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ യാത്ര നമ്മുടെ അയ്യൂബാക്കാൻ്റെയും ഇസ്മായിൽ ഖാൻ്റെയും കൂടെയുള്ള പള്ളിക്കത്തായ മുതൽ ഈ വിശാലമായി കിടക്കുന്ന ആമ്പൽക്കുളങ്ങൾ, ആമ്പൽ പൂക്കളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ആ മനോഹരമായ കാഴ്ച, തോണിയിലൂടെയുള്ള ആ കാഴ്ചയും കണ്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ അങ്ങോട്ട് നോക്കി, അരപ്പൊക്കത്തിൽ നിൽക്കുന്ന തെളിഞ്ഞ വെള്ളത്തിൽ പാതി വിരിഞ്ഞതും പൂർണ്ണമായി വിരിഞ്ഞതുമായ നൂറുകണക്കിന് ആമ്പൽപ്പൂക്കളാണ് ആ കാണുന്നത്. പച്ച വിരിച്ച പാടത്ത് ചുവപ്പും വെളുപ്പും കലർന്ന ആമ്പൽപ്പൂക്കളെ തൊട്ടുരുമ്പി ഞങ്ങളുടെ തോണി നീങ്ങുകയാണ്. നമ്മോടൊപ്പം അയ്യൂബക്ക തോണിയിലെത്തിക്കഴിഞ്ഞു, ഇസ്മായിൽ മാഷ്, സംസു. അപ്പോൾ നമ്മൾ അതുപോലെ തോണിയിൽ തുഴയാൻ നമ്മുടെ ഇവിടുത്തെ രണ്ട് സുഹൃത്തുക്കളുടെ എന്താണ് പേര്? സംസു. മാഷ് ആമ്പൽപ്പൂവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണ്ടോ? കേട്ടോ. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയും നമ്പർ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന പ്രദേശം ചെറുമുക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ പ്രാവശ്യം സാധാരണ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് സജീവമാകൽ ഈ ആമ്പൽ. ഈ പ്രാവശ്യം നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്. ചുവപ്പ് പരവതാനി വിരിച്ചതുപോലെ പരന്ന് കിടക്കുന്ന ഒരു അവസ്ഥ. വളരെ മനോഹരമായ കാഴ്ചയാണ്. സൂര്യൻ ഉദിച്ചതോടു കൂടി തന്നെ അതിൻ്റെ ചുമപ്പ്, സൂര്യൻ്റെ ചുമപ്പും അതുപോലെ ആമ്പൽപ്പൂവിൻ്റെ ചുമപ്പും വളരെ യോജിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ കാഴ്ച തന്നെ. തോണി സവാരിയുടെ പ്രധാന ഒരു ഹൈലൈറ്റ് അയ്യൂബ കേട്ടോ. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയും. അയ്യൂബക്ക, ഒരു 3 വർഷം മുമ്പ് പല ഏരിയയിൽ നിന്നും ഈ പൂ കാണാനും ഇത് പറിച്ചു കൊണ്ടുപോകാനൊക്കെ വയനാട് പോലുള്ള ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു. വയനാട്, ബാംഗ്ലൂര്, പല സ്ഥലത്തുനിന്നും, പിന്നെ മംഗലാപുരം, കൽപ്പറ്റ, ഇനിയൊരു സ്ഥലത്തും വരാൻ ബാക്കിയില്ല. എല്ലാ സ്ഥലത്തും വന്നിരിക്കണം. തിരൂര്, ചങ്ങരംകുളം, വണ്ടി ബ്ലോക്ക്, ഭയങ്കര ആളും പാടും എല്ലാം എല്ലായിട്ട് ഭയങ്കര തിരക്കിലാണ്. ആ ഒരു ഏരിയയാണിത്. പൂക്കളും എത്തുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതുമാതിരി പിന്നെ മാരേജ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനും ഇതിനെല്ലാം നല്ലൊരു ഏരിയയാണ്. പൂ വിരിഞ്ഞ് എല്ലാം വിരിഞ്ഞ് നിൽക്കുന്നു. താമര രാവിലെ 11 മണിയാകുമ്പോൾ അത് പോകുമ്പോൾ പിന്നെ രാത്രി 5 മണിക്ക് ഇങ്ങനെ വീടർന്ന് വരും. പിന്നെ 11 മണി വരെ ഉണ്ടാവും. അത് ചന്തപ്പടി, അത് കൊടിഞ്ഞ്, ഇത് ചെറുമുക്ക്, അത് തിരൂരങ്ങാടി. സെൻട്രൽ ഭാഗത്താണ്. ഒരു 10 ഏക്കറുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം ഈ ഏരിയയിലൊന്നും ഇതുപോലുള്ള പൂവ് നമ്മളിപ്പോൾ ഈ ഇടായിട്ട് കണ്ടുവരുന്നത്. ഒരു 5-8 വർഷം മുമ്പൊന്നും ഇവിടെ ഇങ്ങനത്തെ പൂക്കളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിനൊരാളുണ്ടാവല്ലോ, ഇതൊരു വിത്ത് ഉണ്ടാക്കി ഇതിൽ വിത്ത് ഇറക്കിയത് ആരാണെന്നറിയാം. തിരുനാവായ സൂറ എന്ന് പറഞ്ഞ ഒരാളും ഒരു സ്ത്രീയാണ് ഇതിന് തുടക്കം ഒരു അതിന് വിത്തിട്ടിട്ടുള്ളത്. അതിന് സൂറാത്ത പറഞ്ഞ ആള് അതാണ് അതിന് തുടക്കം. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഇതേമാതിരി ആയത്. പടർന്ന് പന്തലായി പോയി. കൃഷി ഇറക്കുമ്പോൾ പോകും, പിന്നെ ഇതേമാതിരി ഓട്ടോമാറ്റിക് പിന്നെയും വരും. ഇത് ആളുകൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ടോ? ചില പേരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചില സ്ഥലത്തേക്കെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ടൂറിസം മേഖലയിലൊക്കെ വരാനുള്ള ഒരു പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഇത്ര കാഴ്ച, ഭയങ്കര കാഴ്ചകളാണിത്. ഭംഗിയാണ്. കാരണം ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ എവിടെയും ഇല്ല. ഇവിടെ ഉണ്ടായതിനെ കുറിച്ച് മാഷെന്ന് പറഞ്ഞാണ് ശരിക്കേ നമ്മളെ പറഞ്ഞല്ലോ, ഒരാള് ഒരു വിത്ത് കൊണ്ടുവന്നു. അതിങ്ങനെ ഓരോ വർഷം കൃഷി നടക്കുമ്പോൾ ട്രാക്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ വിത്തുകൾ കഷ്ണങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ചു. അങ്ങനെയാണ് ഇത്രത്തോളം പരന്നു പോയത്. ഈ കൃഷി ഇത്ര വ്യാപിച്ചു പോകാൻ കാരണം അതാണ്. ഓരോ കഷ്ണങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ വിത്തുകളുടെ എണ്ണം കൂടി അതിൻ്റെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും വന്നു. കൃഷി ഇറക്കുന്നതോടെ ഇത്ര വ്യാപകമായിട്ട് പോയത്. ഒരു മറ്റ് നെൽകൃഷി ഇറക്കുന്നതുകൊണ്ട് ഇത് ആമ്പൽക്ക് വേണ്ടി ഒരു കൃഷി ഇവിടെ നടക്കുന്നില്ല. ആമ്പൽക്ക് പ്രത്യേകിച്ച്. പക്ഷേ ആളുകൾ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകുന്നുണ്ട്, എടുത്ത് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും, ഇപ്പോൾ വേങ്ങര പാടത്ത് പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്ര വിശാലമായ ഒരു സ്ഥലം അവിടെ വിശാലമായ പരന്നു കിടക്കാത്തത് കൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാഴ്ച കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം അവിടെ ചെറിയ ഏരിയയാണ്. ഇവിടെ വലിയ ഏരിയ തന്നെ പടർന്ന് കിടക്കുമ്പോൾ കാണാനൊക്കെ ആ റോഡിന്റെ ഭാഗത്തു നിന്നൊക്കെ കാണുമ്പോൾ നല്ല മനോഹരമായ ഒരു വ്യൂ ആണ്. ദൈവം തന്ന ഈ
ഇതുണ്ടല്ലോ ഈ അനുഗ്രഹം നമ്മൾ ലോകം മൊത്തം പിന്നെ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം. അതുപോലെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇതിന് സർക്കാരൊക്കെ വന്നല്ലോ, ഒരു പദ്ധതി ഇതിന് ടൂറിസം വകുപ്പിന്റെ കീഴിൽ ആവിഷ്കരിക്കണം. ഈ നാട്ടുകാർക്കും അതുപോലെ പിന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിനും അത് വളരെയധികം ഉപകാരമായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അയ്യൂബ്, അതുപോലെ തന്നെ ഈ ദേശാടന പക്ഷികൾ ഓരോ വെറൈറ്റീസും ഇവിടെ വരാറുണ്ടെന്ന് പക്ഷികൾ പല നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഒരു ഉണ്ട് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഈ ഏരിയക്ക് ഇങ്ങനെ കുറെ അങ്ങ് ലോങ് പോകുമ്പോൾ കാണാം. ഇതൊരു സൈസ് പക്ഷിയാണ്. ഇത് നമ്മുടെ എന്താണ് നീർക്കാക്ക. 83 ഐറ്റംസ് ഉള്ള 83 ഐറ്റം പക്ഷികൾ ഈ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ സീസണിലും വളരെ സവിശേഷമായ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ ദേശാടന പക്ഷികളുടെ വരവ് വളരെ എടുത്തു പറയേണ്ടതാണ്. സീസണിലാണെങ്കിലും ഇവിടെ നമ്മളെ വന്യ സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇവിടെ പിന്നെ അവരൊരു ഗവേഷണം നടത്തിയിരുന്നു. 83 തരം സ്പൈസസ് ഐറ്റംസ് ആണ് ഇവിടുന്ന് കണ്ടെത്തിയത്. വളരെ പല വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ദേശാടന പക്ഷികളാണ് ഇവിടെ എത്തുന്നത് എന്നാണ് അവരുടെ പിന്നെ പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തിരുരങ്ങാടി PSMO കോളേജിലെ ഇവരുടെ പഠന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഓരോ ജനദിനത്തിലും ഇവിടെ വന്ന് അതിന്റെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സൈറ്റിൽ അവര് നമ്മുടെ വന്യ സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് തന്നെയാണ് ഇത്. പക്ഷികൾ ധാരാളം വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ചില ഐറ്റംസുകളേ ഉള്ളൂ. ഇനി വെള്ളം കുറയുന്ന സമയത്ത് കുറച്ചും കൂടി അതിന്റെ എണ്ണം, സ്പൈസസിന്റെ എണ്ണം കൂടും. വളരെ മനോഹരമായ കാഴ്ചയാണ്. അതും പ്രഭാതത്തിലാണ് അത് കൂടുതലും പക്ഷികൾ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ഇതിന്റെ സെൻട്രൽ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന് പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് അകലമാണ്. കാരണം വട്ടത്തിൽ നിൽക്കുന്ന നല്ലൊരു ക്രൗഡ്, ഒരു ഗ്രൗണ്ട് മോഡലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ മുട്ടുകൾ, അതല്ല ആമ്പലിൻ്റെ മുട്ടുകൾ, അതുപോലെ തന്നെ പക്ഷികളൊക്കെ ഈ ഏരിയയിലില്ലേ അങ്ങോട്ട് പക്ഷികൾ അറിയില്ല. ഏതായാലും ഈ ഭാഗത്ത ഈ ആമ്പലിൻ്റെ ചെടികൾ അതിൻ്റെ ഇല പരന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം. ആ ഭാഗത്ത് വണ്ടികൾ ഇതുകൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടുണ്ട്. വെള്ള ആമ്പൽ കൂടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആദ്യം വെള്ളം ഉണ്ടായിരുന്നില്ല, ആമ്പലായിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആമ്പൽപ്പൂവിന്റെ ഏരിയകളൊക്കെ ചുറ്റി കണ്ടാളാ സംസുഖ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആമ്പൽപ്പൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മനരിക്കൽ പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടയം ജില്ലയിൽ. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. അത് ഒരു മനോഹര കാഴ്ചയാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ അത് 3-4 പ്രാവശ്യം ഞാൻ തോണിയാത്ര തന്നെ നടത്തിയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ശനി ഞായറുകൾ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം ഓടിയാൽ തന്നെ തീരൂല, അത്രക്കുണ്ട്. അപ്പോൾ നമ്മുടെ തോണിയാത്രയിൽ 3 പേരും നമ്മോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ ഏരിയയെക്കുറിച്ച്, ആമ്പൽപ്പൂവ്, പക്ഷികളെക്കുറിച്ച്, അതുപോലെ എങ്ങനെ ഉണ്ടായതിനെ കുറിച്ച്, എങ്ങനെയാണ് ഈ വിത്തുകൾ ആരാണ് ഇവിടെ ഇറക്കിയതിനെ കുറിച്ചൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്രയോ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പ്രധാന ഒരു ഏരിയ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ രസകരമായ തോണിയാത്ര, തോണി കഴിഞ്ഞു ഞങ്ങൾ അയ്യൂബാക്കിയും അതുപോലെ നമ്മുടെ ഇസ്മായിൽ മാഷും കൂടിയുള്ള അന്നത്തെ തോണിയാത്രയുടെ മനോഹരമായ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടത്. പള്ളിക്കകത്തായും കുറേ ദിവസമായി ഇങ്ങനെ ഒരു തോണിയാത്ര പോകണം എന്നുള്ളത്. ഏതായാലും അയ്യൂബാക്കാൻ്റെയും ഇസ്മായിൽ കായുടെയും അതുപോലെ സംസു ഹബി തോണി നമ്മളെ തുഴയുന്നത് ഹബി ഇവരുടെ നേതൃത്വത്തിലുള്ള യാത്ര പോയി നമ്മൾ തിരിച്ചതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഏരിയയിലോട്ടാണ് കടന്ന് പോയത്. എത്രയോ വിശാലമായ ഏക്കറക്കിടയിൽ കിടക്കുന്ന പള്ളിക്കത്തായം ഈ ഭാഗത്തുള്ള ആമ്പൽ പൂക്കൾ വിടർന്നു നിൽക്കുന്നതും തോണിക്കാരുടേതും അതുപോലെ 80 ചില്ലാം വരുന്ന പലതരം പക്ഷികൾ എല്ലാം ഈ ഏരിയയിലുണ്ട്. മനോഹരമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ തോണിയാത്രയിൽ ആമ്പൽ പൂക്കളും അത്യാവശ്യം നല്ല വെള്ളം ഉള്ളൊരു ഏരിയ കേട്ടോ. എല്ലാം കണ്ടു ഞങ്ങൾ കരക്കെത്തി. ഞങ്ങളിവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ നല്ലൊരു സൂപ്പർ കാഴ്ച തന്നെയാണ് ഈ ആമ്പൽ, പരന്ന് കിടക്കുന്ന ഈ ആമ്പൽ പൂന്തോട്ടം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പരന്നിട്ടുണ്ട്. കാരണം റോഡിന്റെ ഇത്ര അരികിലേക്ക് വന്നിട്ടില്ലായിരുന്നു ആമ്പല്. ഈ പ്രാവശ്യം കുറച്ചും കൂടി പരന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ അതിന്റെ ഒരു മാറ്റാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉള്ളത്. ഏതായാലും യാത്ര രസകരമായി, അടിപൊളി, മനസ്സിനും സന്തോഷം, എല്ലാത്തിനും സന്തോഷമായി. അപ്പോൾ ഗേയ്സ്, ഇന്നത്തെ
തോണി യാത്ര രാവിലെ നമ്മൾ നടക്കാനിറങ്ങുമ്പോൾ ഇന്ന് നമ്മുടെ അയ്യൂബാക്കാൻ്റെയും അതുപോലെ ഇസ്മായിൽ മാഷും സംസുദ്ദീൻ ഖാ നമ്മുടെ തോണി തുഴയാനുള്ള അഫി അപ്പോൾ എല്ലാവരും കൂടിയുള്ളൊരു യാത്രയുടെ വീഡിയോ നമ്മൾ കണ്ടത്. ലാസ്റ്റ് നമ്മൾ തിരിച്ച് പോരുന്ന സമയത്ത് എത്രത്തോളം വെള്ളം ഈ ഭാഗത്തുണ്ട്, നമ്മൾ തോണി കരക്ക് എത്തി എത്രത്തോളം വെള്ളം ഈ ഭാഗത്തുണ്ട് എന്ന് നമുക്ക് കാണട്ടോ. ഇവിടെ തന്നെ അരക്കുണ്ട്, അപ്പോൾ കുറച്ച് ആ ഭാഗത്തൊക്കെ ഒരാളെ ആയിട്ട് തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു തോണി യാത്ര ഈ ഭാഗത്ത് ആദ്യമായിട്ടാട്ടോ. രസകരമായ യാത്ര തന്നെയായിരുന്നു. ആമ്പൽ പൂവിൻ്റെ ഇടയിലൂടെയൊക്കെ മുട്ടുകൾ, പകുതി വിരിഞ്ഞ പൂക്കൾ, അതുപോലെ അങ്ങകലെ തോണിയിൽ മീൻപിടുത്തക്കാർ, അതുപോലെ സെൻട്രൽ ആർച്ച് മരങ്ങളും ദേശാടന പക്ഷികളുടെ കാഴ്ചകളും, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കരക്ക് കയറിയതിന് ശേഷം ഇവിടുത്തെ ഈ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം പിരിഞ്ഞു. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആമ്പൽപ്പൂവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റീസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.